അപ്പോൾ ഗെയിം ചേഞ്ചർ സിനിമ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. ഈ സിനിമയുടെ ആദ്യത്തെ ഇൻ്റർവെല്ല് വരെയുള്ള ഭാഗത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം, അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ആക്ഷൻ രംഗം കാണിക്കുന്നു, പിന്നെ അതിനോടനുബന്ധിച്ച് സോങ്, അങ്ങനെയാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. പക്ഷേ ഈ ആക്ഷൻ രംഗത്തിനും അതേപോലെ ഈ സോങ്ങിനും തന്നെ യാതൊരു പഞ്ചും നമുക്ക് ലഭിക്കുന്നില്ല. അതായത് ഒരു ത്രില്ലിങ് നമുക്ക് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പം ഞാൻ എൻ്റെ കാര്യം പറയാണ്, എനിക്ക് അങ്ങനെ ഒരു പഞ്ച് തോന്നിയില്ല, ഒരു ത്രില്ലിങ് തോന്നിയില്ല. കാരണം എല്ലാ സിനിമകളിൽ പോലെ തന്നെ ഒരു ചടപടാന്നൊരു ഫൈറ്റ്, പിന്നെ അതിൻ്റെ പിന്നാലെ ചടപടാന്നൊരു പാട്ട്. ശങ്കർ സാറ് പണ്ട് മുതൽ അദ്ദേഹം എടുക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മുതൽവൻ സിനിമ നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ എങ്ങനെയാണോ രാഷ്ട്രീയമുള്ളത് ആ രാഷ്ട്രീയം പോലെയുള്ള കാര്യങ്ങൾ ഈ സിനിമയിലും വന്നിട്ടുണ്ട്, അതായത് ഗെയിം ചേഞ്ചറിലും വന്നിട്ടുണ്ട്. അതേപോലെ രക്ഷകൻ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ നാഗാർജുനയ്ക്ക് അനങ്ങിയ ദേഷ്യം വരും. അപ്പോൾ ദേഷ്യം വരാതിരിക്കാൻ അദ്ദേഹം കുറേ കാര്യങ്ങൾ അതിൽ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പാട്ട് അതേപോലെ ആക്ഷനൊക്കെ എപ്പോഴും കാണുന്ന രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ ശങ്കർ സാർ ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇതൊരു തെലുങ്ക് സിനിമയാണല്ലോ, പക്ഷേ ഇതൊരു പാൻ ഇന്ത്യൻ മൂവി കൂടിയാണ്. അപ്പോൾ പാൻ ഇന്ത്യൻ മൂവി ആണെങ്കിലും തെലുങ്ക് സിനിമ ആയതുകൊണ്ട് തെലുങ്കർക്ക് വേണ്ടി എടുത്ത രീതിയിലാണ് ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെയും പോകുന്നത്. അവസാനം വരെയല്ല, ആദ്യം മുതൽ അങ്ങനെ പോകുന്നത്. കാരണം തൊട്ടാ പാട്ട്, തൊട്ടാ ഡാൻസ്, അതേപോലെ ആക്ഷൻ രംഗങ്ങൾ, അങ്ങനെ ചടപടാന്ന് പോവാണ്. അതേസമയം ഈ സിനിമയിൽ ഒരുപാട് VFX വർക്ക്, അതേപോലെ ആധുനിക സാങ്കേതിക വിദ്യകൾ ശരിക്കും ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇത് കേട്ടോ. ആ കാര്യത്തിൽ തെല്ലും സംശയം വേണ്ട. കാരണം ഇതൊരു ബ്രഹ്മാണ്ഡ സിനിമയാണ് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണിൽ കാണാനൊന്നും ഇല്ല എന്ന് ആരും പറയില്ല. കാരണം അത്രയും ചെലവ് ചെയ്തത് നമ്മുടെ കാഴ്ചയ്ക്ക് സ്ക്രീനിൽ കാണാനുണ്ട്. ഓരോ പാട്ടുകളിലും ചെലവ് ചെയ്തിരിക്കുന്നതൊക്കെ ഗംഭീരമാണ്. പക്ഷേ ഈ പാട്ടുകൾക്കൊക്കെ ഇങ്ങനെ ഗംഭീരമായി ചെലവ് ചെയ്തത് കൊണ്ട് അത് നമുക്ക് ആ സിനിമ മുഴുവനായിട്ടും ആസ്വദിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം പാട്ടുകളിൽ ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് ഡാൻസ് കളിക്കുന്നു. ഒരു നിമിഷം കഴിഞ്ഞതും തന്നെ അവർ ഓടിപ്പോയിട്ട് അടുത്ത ഒരു ഗ്രൂപ്പ് ഓടി വന്ന് കളിക്കുന്നു. അവർ കളർഫുള്ളായി വേറെ ഉടുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ വേഷങ്ങളും ഒക്കെ ഒരുപാട് ചെലവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ഡാൻസ് ഇങ്ങനെ മാറി മാറി കളിക്കുന്നത് കൊണ്ടൊക്കെ നമുക്ക് ത്രില്ലിങ് കിട്ടുമോ? അങ്ങനെ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഡാൻസിലും പാട്ടിലുമൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക രീതിയിലൊരു ത്രില്ല് തോന്നണം. പക്ഷേ ഇതിൽ ചെലവ് കാണുന്നുണ്ട്, പക്ഷെ ത്രില്ലിങ് അങ്ങനെ വരുന്നില്ല. അങ്ങനെയാണ് ഈ സിനിമ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. കാരണം ശങ്കർ സാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ജനറേഷൻ അനുസരിച്ച് അങ്ങേര് മാറാൻ ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നിയത്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള രാഷ്ട്രീയം, ഈ രീതിയിലുള്ള ഡാൻസ്, ആക്ഷൻ അതൊക്കെ എല്ലാവരും ആസ്വദിക്കുമായിരുന്നു. കാരണം എന്താ, അന്ന് ആർക്കും എഡിറ്റിങ് കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല. പക്ഷേ ഇന്ന് കൊച്ചു കുട്ടികൾ മുതൽ കമ്പ്യൂട്ടറിലും ഫോണിലും ഒക്കെ ധാരാളം എഡിറ്റിംഗ് ചെയ്യാൻ പഠിച്ചവരാണ്. അതുകൊണ്ട് എഡിറ്റിംഗ് വർക്ക് അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം ഇന്നത്തെ ജനറേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ജനറേഷനിലുള്ളവർ ഈ സിനിമ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ, ചെയ്യുന്നതല്ലേ എന്നൊരു തോന്നൽ വരാം. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇൻ്റർവെല്ല് വരെ സിനിമ ഇങ്ങനെ പോയി, അങ്ങനെ ഇൻ്റർവെല്ലായി. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സിനിമ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതേപോലെ തന്നെ കലവില എന്ന് പോവുമല്ലോ. അപ്പോൾ ശങ്കർ സാർ ഇന്ത്യൻ 2 പോലെ തന്നെ ആക്കി കളഞ്ഞല്ലോ, ഈ സിനിമ അത്ര സുഖമില്ലല്ലോ എന്ന് പറയേണ്ടി വരും എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം അകത്ത് കയറിയപ്പോൾ SJ സൂര്യ എന്ന നടനെ ശങ്കർ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങേരെ അങ്ങോട്ട് കളിച്ച് അങ്ങോട്ട് അവസാനം വരെ മിന്നിക്കോ എന്ന് പറഞ്ഞിട്ട് ശങ്കർ സാർ അങ്ങേർക്ക് അങ്ങോട്ട് വേഷം അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. SJ സൂര്യ ഇതിൽ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങേര് ശരിക്കും ആവേശത്തിൽ ഫഹദിൻ്റെ ആ റോൾ എങ്ങനെ ഭയങ്കര ആവേശമാണല്ലോ, അതേപോലെ തന്നെ SJ സൂര്യ ശരിക്കും പറഞ്ഞാൽ ഫഹദിനും SJ സൂര്യയ്ക്കും തമ്മിലൊരു മത്സരം ഉണ്ടായോ ഈ രണ്ട് സിനിമകളിൽ നിന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അതുപോലെയാണ് കക്ഷി അങ്ങോട്ട് വിറച്ചുകൊണ്ട് അഭിനയിച്ചിരിക്കുന്നത്. SJ സൂര്യയുടെ പെർഫോമൻസ് പറഞ്ഞാൽ കോമഡിയും ഉണ്ട്, അതേപോലെ തന്നെ വളരെ സീരിയസ്നെസ്സും ഉണ്ട്. അങ്ങേരുടെ ആ ഒരു
താണ്ഡവം, ആ ഒരു ഒച്ച, അതൊക്കെ തന്നെ ആ ഒരു ഗംഭീര സൗണ്ട്, അതൊക്കെ തന്നെ ഗംഭീരമായി വന്നിട്ടുണ്ട്. എസ്.ജെ. സൂര്യ ഈ സിനിമയിൽ പൊളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലെ ഹീറോ രാം ചരനാണ്, അദ്ദേഹം ഡബിൾ റോളാണ്, അതൊക്കെ നമുക്കറിയാം. അങ്ങേരുടെ വേഷം ഹീറോ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ. പക്ഷേ എന്നാലും അങ്ങേർക്ക് ഈ ഫസ്റ്റ് മുതൽ അങ്ങനെ ഇൻ്റർവെല്ല് വരെ വന്നിട്ടും ഇൻ്റർവെല്ലിന് ശേഷവും തന്നെ ഒരു പഞ്ചിങ് നമുക്ക് തോന്നുന്നില്ല. കക്ഷി കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്, വളരെ നൂതനമായ വിഷയങ്ങളാണ്, ഒക്കെ ഓക്കെ. പക്ഷേ എസ്.ജെ. സൂര്യ പോലെ ഭയങ്കരമായ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നോക്കിയിട്ടില്ല. അതങ്ങനെ ഒരു ഹീറോ എന്ന ലെവലിൽ കുഴപ്പമില്ല. ഈ സിനിമയ്ക്ക് കാർത്തിക് സുബ്രാജ് എഴുതിയിരിക്കുന്ന സ്റ്റോറി അതിലൊക്കെ നല്ല ത്രില്ലിങ് ഇൻ്റർവെല്ലിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഹീറോയിസം അവിടെ നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിലും രാം ചരണിന് അത്രയ്ക്കൊരു എക്സ്പ്രഷനുള്ള ഭാവങ്ങൾ, അതേപോലെ സെൻറ്റിമെൻറ്റ്സ്, അതൊന്നും അങ്ങനെ ഒരു വർക്കൗട്ട് ആയതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും ഇൻ്റർവെല്ലിന് ശേഷം സിനിമ എവിടെ തുടങ്ങിയോ അവിടുന്ന് അവസാനം വരെയും ഭയങ്കര ചൂടിൽ തന്നെ സിനിമ പോകുന്നത്. ആ കാര്യം കൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇൻ്റർവെല്ലിന് മുമ്പ് വരെ കണ്ട കാര്യങ്ങൾ കണ്ടിട്ട് ഈ സിനിമ പോരാ എന്ന് എനിക്ക് തോന്നിയെങ്കിൽ ഇൻ്റർവെല്ലിന് ശേഷം സിനിമ ചൂട് പിടിച്ച് അവസാനം വരെ അങ്ങോട്ട് നിൽക്കാതെ തിളക്കിയാണ്. ഈ വെള്ളം നമ്മൾ തിളപ്പിക്കുമ്പോൾ എങ്ങനെ കട്ടാന്ന് തിളച്ചുകൊണ്ടേ ഇരിക്കില്ല. അത് എപ്പോഴാണ് ഓഫാവുക, നമ്മളത് ഓഫാക്കുമ്പോൾ അല്ലെങ്കിൽ അടുപ്പിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോഴേ വെള്ളത്തിൻ്റെ ആ തിള നിൽക്കുകയുള്ളൂ. അതേപോലെ ശങ്കർ സാറായിട്ട് ഈ സിനിമയുടെ എൻഡ് കൊടുത്ത സമയം വരെയും സിനിമ തിളച്ച് തന്നെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതേപോലെ ഇതിലെ ഹീറോയിൻ കീര അദ്വാനി അല്ലേ, അവർ ഒരു ഹീറോയിനായിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഡാൻസ്, പാട്ട്, അങ്ങനെയൊക്കെ അവർക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതിൽ അഞ്ജലിക്ക് നല്ല വേഷം കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ ഡബിൾ റോളിൽ രാം ചരൺ ഉണ്ട്, ഒരാൾക്ക് ഹീറോയിനായിട്ട് അഞ്ജലിയാണ് അഭിനയിച്ചിരിക്കുന്നത്. അഞ്ജലിക്ക് ഇൻ്റർവെല്ലിൻ്റെ ഭാഗത്താണോ ഇൻ്റർവെല്ലിന് ശേഷമാണോ എന്ന് അറിയില്ല, ഒരു സെൻറ്റിമെൻറ്റ്സ് ആയ സോങ് ഉണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അവരുടെ ഡാൻസ് കളി കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, അവർ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അഞ്ജലിക്ക് ശരിക്കും പറഞ്ഞാൽ കീര അദ്വാനീനെക്കായാലും നല്ലൊരു വേഷമാണ് കിട്ടിയിരിക്കുന്നത്, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഞ്ജലിയുടെ അവസാന നിമിഷമൊക്കെ ഈ സിനിമയിൽ അവരുടെ അവസാന റോളൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു സെൻറ്റിമെൻറ്റ്സിൽ തന്നെയാണ് ശങ്കർ സാറ് അവരെ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പ്രധാന ക്യാരക്ടറായിട്ട് ഞാൻ എൻജോയ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ സുനിലാണ്, ആക്ടർ സുനിലാണ്. കക്ഷി ഇതിലെ ഒരു പ്രധാനമല്ല, ഒരു പ്രത്യേക റോൾ അങ്ങേർക്ക് കൊടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ ചിരിച്ചു, കാരണം അങ്ങേരെ കാണിക്കുന്നത് മുതൽ തന്നെ ഒരു സൈഡ് ബോഡി ലാംഗ്വേജിലാണ് അങ്ങേര് ഇതിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു വേഷം ഇതിനു മുമ്പ് ലോകത്ത് ആരും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു റോളാണ് കക്ഷിക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം കക്ഷി സൈഡായിട്ടാണ് ഇതിൽ വരുന്നത്. സൈഡ് പറഞ്ഞാൽ സൈഡിൽ നല്ല സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആളൊരു സൈഡാണ്, അത്രേ ഞാൻ പറയാൻ പറ്റുള്ളൂ. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങേര് വരുമ്പോഴും പോകുമ്പോഴൊക്കെ നമുക്ക് ചിരി വരും. അങ്ങേര് സ്കൂട്ടർ ഓടിക്കുമ്പോൾ, നടന്നു വരുമ്പോൾ, അതേപോലെ ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ തന്നെ നമുക്ക് ചിരി വരുന്ന രീതിയിൽ അതൊക്കെ നന്നായിട്ട് സുനിലിന് നല്ലൊരു ക്യാരക്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ എഡിറ്റിംഗ് വർക്ക് ഇതിന് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദാണ്. നല്ല പണി വന്നിട്ടുണ്ട് കേട്ടോ. എഡിറ്റിംഗ് വർക്ക് പറഞ്ഞാൽ നിമിഷത്തിന് നിമിഷമുള്ള എഡിറ്റിംഗ് ഇതിൽ നല്ല പണിയാണ്. കാരണം നമുക്കും കുറച്ചൊക്കെ എഡിറ്റിംഗ് വർക്ക് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അറിയാം, ഈ സിനിമയുടെ എഡിറ്റിംഗ് വർക്ക് അങ്ങനെയല്ല. നിമിഷത്തിന് നിമിഷം കുറേ പണിയെടുക്കാണ്ട്. കാരണം അതിൽ VFX വരുന്നുണ്ട്, അതേപോലെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ നിമിഷത്തിന് നിമിഷം ഉപയോഗിച്ചിട്ടുണ്ട്. ശങ്കർ സാറുടെ സിനിമയിൽ നമുക്ക് പറയണ്ടല്ലോ, ഇന്ത്യൻ സിനിമയിലും മറ്റ് പടങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് അത് ഒന്നുകൂടി അങ്ങേര് റീലോഡ് ചെയ്തിരിക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നല്ല VFX വർക്ക്, ഗ്രാഫിക്സ് വർക്ക് ഇതിൽ വന്നിട്ടുണ്ട്. പാട്ടുകളിലായാലും അതേപോലെ ആക്ഷൻ രംഗങ്ങളിലായാലും അതേപോലെ ഓരോ സീനിലും അതുണ്ട്. അതൊക്കെ നല്ല പണി തന്നെയാണ്, അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോങ്സിൽ കുറേ ചെലവ് ചെയ്തത് കാണിച്ചത് കൊണ്ട് അതൊരു പഞ്ചിങ് എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ചെലവ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അത് സത്യമാണ്. അപ്പോൾ ഇൻ്റർവെല്ല് വരെ ഒരു സുഖവും ഇല്ലാതെ പോയി എന്ന് തോന്നിയ എനിക്ക് ഇൻ്റർവെല്ലിന് ശേഷം തുടങ്ങിയ ആ ചൂട് പിടിക്കൽ അവസാനം വരെയും അവർ നിലനിർത്തിയത് കൊണ്ട് ആവറേജ് അല്ല, എബവ് ആവറേജ് എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ
പറയാൻ പറ്റില്ല. കാരണം ഇൻ്റർവെല്ല് വരെ അതിന് ശേഷമാണെങ്കിലും കണ്ടുമടുത്ത കാര്യങ്ങൾ തന്നെ, കണ്ടുമടുത്ത രീതിയിലുള്ള ശങ്കർ സാറുടെ രാഷ്ട്രീയം തന്നെ ഈ സിനിമയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എനിക്ക് അങ്ങനെ ഒരു ത്രില്ലിങ് തോന്നിയില്ല. പക്ഷേ എന്നാൽ ഇതിലെ എസ് ജെ സൂര്യയുടെയും മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് എബോ ആവറേജ് ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ സിനിമ ആർക്കൊക്കെ ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, മുതൽവൻ പോലെയുള്ള സിനിമകൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഈ സിനിമയും ഇഷ്ടപ്പെടും. കാരണം ആ രീതിയിലുള്ളൊരു മേക്കിംഗ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്.